എറണാകുളം ജില്ലയ്ക്കൊപ്പം കോട്ടയം ജില്ലയിലും മഴക്കെടുതി രൂക്ഷമാണ്. ഭരണങ്ങാനം ഇടമറുകിൽ ഉരുൾപൊട്ടി 7 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നു. കോട്ടയത്തെ വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിലൂടെയുള്ള രാത്രിയാത്ര നിരോധിച്ചു. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണോ? മലയോര മേഖലയിലടക്കം നിലവിലെ സാഹചര്യം എന്താണ്? മഴയ്ക്ക് നേരിയൊരു ആശ്വാസമുണ്ട്. എന്നിരുന്നാലും മഴക്കെടുതികൾ ഇപ്പോഴും ഉണ്ട് പല മേഖലയിലും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇടമറിയിലാണ് ഉരുൾപൊട്ടി എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചത്. 7 വീടുകൾ അവിടെ ഭാഗികമായി തകർന്നു, കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എന്നാൽ ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിലും മണ്ണൊലിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്, വഴിയിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി ഉയർന്നിട്ടുണ്ട്. രാവിലെ മുതൽ, ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയ മഴ അത് ഉച്ചയ്ക്ക് ശേഷവും ശക്തമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം കുറച്ചു നേരം, ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ മഴയൊന്ന് മാറി നിൽക്കാൻ. പക്ഷേ ശക്തമായ മഴയായിരുന്നു രാവിലെയൊക്കെ ലഭിച്ചത്. കിഴക്കൻ മേഖലയിലും അതുപോലെ തന്നെ ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിലും എല്ലാം തന്നെ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചു. തീക്കോയി മേഖല, പൂഞ്ഞാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിട്ടുള്ളത്. ശക്തമായിട്ടുള്ള മഴയാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്, രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള, ഇലിക്കക്കല്ല് പോലെയുള്ള പ്രദേശങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ ഭരണകൂടം ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വൈക്കം ഭാഗത്ത് ഒരു 4 ദുരിതാശ്വാസ ക്യാമ്പുകളും ഏറ്റുമാനൂർ മേഖലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നതായിട്ടുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഈ ജലനിരപ്പ് ഉയരുന്നതാണ് ഒരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നത്. കാരണം ഈ ഉരുൾപൊട്ടലും മണ്ണൊലിപ്പും എല്ലാം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ മീനച്ചിലാറ്റിലേക്കും അതുപോലെ തന്നെ മണിമലയാറ്റിലേക്കുമൊക്കെ വെള്ളം കൂടുതലായിട്ട് ഒഴുകിയെത്തുന്നുണ്ട്. ഇത് ഒരു ആശങ്ക പരത്തുന്നുണ്ട്. എന്തായാലും ഈ 2 ആറുകളും പുഴകളും കരകവിഞ്ഞിട്ടില്ല. നിലവിൽ അപകട നില കഴിഞ്ഞു എന്നുള്ള ചില സൂചനകൾ ചില സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം, ഈ തീരത്തുള്ളവർ ജാഗ്രതാ നിർദ്ദേശം അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. മലയോര മേഖലകളിലാണ് കൂടുതൽ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വേണു, ടോബി, ഭരണങ്ങാനം ഇടമറുകിൽ ഉരുൾപൊട്ടിയല്ലോ, 7ഓളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി എന്നും അറിയുന്നു. ഈ മേഖലയിൽ ഇതിനു മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കൂടാതെ ഈ ഉരുൾപൊട്ടലിന്റെ സാധ്യത മുന്നിൽ കണ്ടെന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? കഴിഞ്ഞ തവണയും ഈ പ്രദേശത്ത് ചെറിയ ഉരുളുകൾ പൊട്ടിയിരുന്നു എന്നുള്ള വിവരമാണ് അവിടെയുള്ള ആളുകൾ നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കൃഷി നശിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിലുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ച മുമ്പ് വരെ നമ്മൾ കണ്ടത് ഈ മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. അവിടെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തില്ലെങ്കിലും ശക്തമായിട്ടുള്ള മഴ ഈ മേഖലകളിലെല്ലാം തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളം താഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ശക്തമായിട്ടുള്ള മഴ ഈ മേഖലകളിൽ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മലയോര മേഖലകളിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം, മുൻകരുതൽ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ രാത്രികാല യാത്ര, അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലകളുണ്ട്. ഇഴവീല പൂഞ്ഞിറയുണ്ട്, അതുപോലെ തന്നെ മാർമല അരുവിയുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്. അവിടേക്കൊക്കെ പോകുന്നതിനൊക്കെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ഒപ്പം തന്നെ അവിടെ താമസിക്കുന്നവരോടും ഒരു ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൺട്രോൾ റൂമുകൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ തുറന്നിരുന്നു. റെഡ് അലേർട്ട് വന്ന സാഹചര്യത്തിൽ ആ കൺട്രോൾ റൂമുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ശക്തമായ മഴയുണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് റെഡ് അലേർട്ടിലേക്ക് ജില്ല കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കരുതലോടെ ഇരിക്കാനുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. വേണു, ശരി. കോട്ടയത്ത് 3 ഉരുൾപൊട്ടി, മഴക്കെടുതിയും രൂക്ഷം. ടോബി ജോൺസൺ ആണ് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകി.